വെൽക്കം ബാക്ക് ടു മൈ ട്യൂഷൻ. ഇടയ്ക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. തേർഡ് ടേം. ഞാൻ തേർഡ് ടേമിന് x3 എന്നങ്ങ് എഴുതുകയാണേ. തേർഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 14. സം ഓഫ് ഫസ്റ്റ് 16 terms of an arithmetic sequence. This sequence 496. Find 14th term. 16 ഈവൻ ആണ് അല്ലേ? ഇപ്പം നമുക്ക് എന്ത് എഴുതാം? x1 പ്ലസ് x16 ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം 496 ഡിവൈഡഡ് ബൈ 16. നമ്മൾ 2 ടേംസ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര ഗ്രൂപ്പ് വരും? 8. x1 നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? x3 ആണ്. x1 എന്നുള്ളത് നമ്മൾ x3 എഴുതുമ്പം ഇവിടെ 2 ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ 2 സബ്ട്രാക്ട് ചെയ്യുക. 14th ടേം x3 14. So 14th term is equal to 62 minus 14. 48. Five times fifth term. 8 times 8th term. Find 13th term. Find 13th term. 5 times 5th term. നമുക്ക് x5 എന്ന് എഴുതാം. 8 times. 8 times എന്ന് പറയുമ്പോൾ 8 into 5 times എന്ന് പറയുമ്പോൾ 5 into 8 times 8th term. 8 into 8th ടേമിനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യണം. എങ്ങനെ എഴുതാം? 5th term പ്ലസ് 8 മൈനസ് 5 3d ബ്രാക്കറ്റ് ഓപ്പൺ. 8 into x5 5th term 24d. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 5 minus 8 minus 3 into 5th term is equal to 24d. So x5 is equal to minus 8d. നമുക്ക് കാണേണ്ട ഏതാണ്? 13th term അല്ലേ? തേർട്ടീൻത് ടേം ഈസ് ഈക്വൽ ടു, ഇപ്പം നമ്മൾ x5 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എഴുതാം. 13 മൈനസ് 5 8d. ഫിഫ്ത്ത് ടേം എത്ര കിട്ടി? x5 മൈനസ് 8d. ആൻസർ 0. 13th term is 0. Question number 3. 2x plus 1, 4x minus 1, 5x plus 1, etc. are an arithmetic sequence. ഞാൻ എസ് എന്ന് എഴുതിയിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 1. ഫൈൻഡ് എക്സ്. സെക്കൻഡ് ആൾജിബ്രൈക് ഫോം. ആൾജിബ്രൈക് ഫോം ശരിക്കും 3rd ചാപ്റ്ററിലാണ്. ഞാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തങ്ങ് എ ബി സി 3 കോൺസിക്യൂട്ടീവ് ടേംസ്. അങ്ങനെ വന്നാൽ നമുക്ക് 2 into മിഡിൽ ടേം 2 into 4x minus 1 ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം 8x minus 2 ഇതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 7x plus 2. നമുക്ക് 7xനെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. -2 റൈറ്റ് സൈഡ് 2 plus 2. x is equal to 4. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൾജിബ്രൈക് ഫോം. സീക്വൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 8 plus 1 9, 16 minus 1 15, 4 into 5 20 plus 1. Here first term 9, common difference 6. xn is equal to dn plus f minus d.
D 6. 15 minus 9. 9 minus 6. 6 and plus 3. Fourth question. Sixth term of an arithmetic sequence is 18. Find the sum of first and 11th term. Find x1 plus x11. Sum of first term and 11th term. That's the question. ഇവിടെ 11 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 11 ടേംസ് വരെ എടുക്കുമ്പോൾ അത് ഓടാണല്ലേ. 11 പ്ലസ് 1 എത്രയാണ്? 12. 12ൻ്റെ ഹാഫ് 6. ഇത് സിക്സ്ത് ടേം ആണ് മിഡിൽ ടേം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. 1 2 3 5 എക്സ്. ഇപ്പോൾ ഇതിൽ 3 എന്ന് പറയുന്നതാണ് മിഡിൽ ടേം. 5 പ്ലസ് 1 6. 6ൻ്റെ ഹാഫ് 3. നമുക്ക് 3 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. ഫസ്റ്റ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേമും അല്ലെങ്കിൽ സെക്കൻഡ് ടേം പ്ലസ് ഫോർത്ത് ടേം ചെയ്താലും എന്ത് കിട്ടും? 6 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 11 എന്ന് പറയുമ്പോൾ സിക്സ്ത് ടേം ആണ് മിഡിൽ ടേം. അത് നമുക്ക് തന്നിട്ടുണ്ട്. x1 പ്ലസ് x11 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു x6. സോ ആൻസർ ഈസ് 2 ഇൻറ്റു 18 36. Question number 5. Sum of n terms. 2n square plus n. 1. Find first term. f1 അല്ലെങ്കിൽ x1 അങ്ങനെ എഴുതാം. ഇപ്പം നമുക്ക് സം ഓഫ് n ടേംസ് ആണെങ്കിലും ആൾജിബ്രൈക് ഫോം ആണെങ്കിലും ഫസ്റ്റ് ടേം കാണാൻ നമുക്ക് എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 1. So 10 is equal to 1. We get first term is equal to 2 into 1 square. 1 into 1 plus 1. 2 plus 1. 3. Second common difference കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ നമുക്ക് എന്താണ്? സെക്കൻഡ് ടേം വേണം അല്ലേ. ഇപ്പം നമ്മൾ എന്നിന് 2 കൊടുത്താൽ എന്താ കിട്ടുന്നത്? സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്. x1 പ്ലസ് x2. അതിൽ x1 നമുക്ക് കിട്ടി 3. x1 പ്ലസ് x2 എന്ന് പറയുമ്പോൾ റീപ്ലേസ് n/2. എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. 2 ഇൻറ്റു 2 സ്ക്വയർ 4. 8 പ്ലസ് 2 10. അതിൽ x1 നമുക്ക് എത്രയാണ് കിട്ടിയത്? 3. x2 ഈസ് ഈക്വൽ ടു 10 മൈനസ് 3. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചോദിക്കാം, സെക്കൻഡ് ടൈം കോമൺ ഡിഫറൻസ്, ആൾജിബ്രൈക് ഫോം, പല ഇത് ക്വസ്റ്റ്യന് ഇങ്ങനെ ബേസ് ചെയ്ത് ചോദിക്കാം. നമുക്ക് കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്താൽ മതി? 7 മൈനസ് 3 4. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. ഇതിൻ്റെ സം ഓഫ് 10 ടേംസ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റ് നമ്മൾ 10 കൊടുത്താൽ മതി. 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 10. 10 ഇൻറ്റു 10 100. 200 പ്ലസ് 10 210. ഒരു വീഡിയോയും കൂടെ ഞാൻ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ അത് കഴിഞ്ഞിട്ട് സർക്കിൾ ഇടാം. ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക.